വെൽക്കം ടു ചാർലസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വരുന്നത് ഒരു പുതിയൊരു ബീഫിൻ്റെ ആയിട്ടാണ്. ഇതിൻ്റെ പേരിട്ടുള്ളത് നിങ്ങളാണ്. ഇതിൻ്റെ നാമകരണം ചെയ്തിട്ടില്ല. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. നമുക്ക് ബീഫ് മുന്നേ കുക്ക് ചെയ്യാം. അത് ഓവർ കുക്കാവാൻ പാടില്ല, എന്നുവെച്ചാൽ വേവാണ്ടിരിക്കാനും പാടില്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് ബീഫ് മേടിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സ്ക്വയറായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസല്ല, ഒരു ഒത്തിരി വലുപ്പത്തിൽ എടുക്കുക. അതിട്ടിട്ട് നമുക്ക് അതിൽ ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകി വേവിച്ച് അതൊന്ന് ഡ്രൈ ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ബീഫിനെ സ്ലൈസായിട്ട് നമ്മൾ അരിയണം. അപ്പോൾ ഈ സ്ലൈസായിട്ട് വേണം നമുക്കിത് വരണമെങ്കിൽ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് വെച്ചോണം. ഇത് കുക്ക്ഡാണ് ബീഫ്. അത് കഴിഞ്ഞ് നമുക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് അതിലിടാൻ പോകുന്നത്. നമ്മൾ മുളക് പൊടി, ഇതിപ്പോൾ ബീഫിന് ഈ ഒരു ബീഫിൽ നമുക്ക് ഫ്ലേവേഴ്സൊക്കെ ബീഫിൻ്റെ ഒറിജിനൽ ഫ്ലേവർ വരും. നമ്മൾ അധികം മസാല ഇതൊന്നും ആഡ് ചെയ്യണ്ട. അതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ മുളക് എരിവിന് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, വേപ്പില, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ ബീഫ് ചെയ്തോണത്. അത് കാരണം നമ്മൾ ഉപ്പിൻ്റെ കാര്യം വളരെ കെയർഫുൾ ആവണം, അല്ലെങ്കിൽ തിന്നാൻ പറ്റില്ല. അതിൽ പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ഇതാണ്, ഈ റസ്ക്. ഒരു 4 റസ്ക് നമ്മൾ സ്മാഷ് ചെയ്ത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിരിക്കുക. ബ്രെഡ് അവിടെ എടുക്കണവർക്ക് ബ്രെഡ് എടുക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റസ്കിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 മുട്ട. അത് നന്നായി സ്മാഷ് ചെയ്തിട്ട് ഇരിക്കണം കേട്ടോ. അത് ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇപ്പം നമ്മൾ ആ വെച്ച സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പച്ചമുളകാണ് എടുത്തോളാം, നാടൻ പച്ചമുളക്, ഇഞ്ചി, ഇതൊക്കെ ചെയ്തത് നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ച് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീഫ് ഉണ്ടല്ലോ, ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മേലെ നമ്മൾ നന്നായി ഒന്ന് പരട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് പരട്ടി കൊടുത്ത്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കും കേട്ടോ. അതിൻ്റെ ആ എരിവും ഇതൊക്കെ അതങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഏതിരിക്കുക, മുട്ടയിൽ നമ്മളിതൊന്ന് മുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റസ്കിൻ്റെ ഇതിൽ പൊടി ഉണ്ടല്ലോ, അതിൽ നമ്മളൊന്ന് മുക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ സിമ്പിൾ ഇതാട്ടാ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അല്ലാണ്ട് ഇത് വലിയ ഇതൊന്നുമില്ല. പിന്നെ അധികം ഞാൻ വെളിച്ചെണ്ണയുടെ ഇത് അധികമൊന്നുമില്ല. നമ്മളത് ചൂടാക്കി എടുക്കുക വേണ്ടോ. ഇത് അധികം വെളിച്ചെണ്ണ കളി ഇല്ല. അപ്പോൾ ഇതൊന്ന് എല്ലാ സൈഡിലേക്കും ആക്കി ചൂടാക്കിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഫ്ലെയിം വെച്ചാൽ മതി. ഇത് ഓൾറെഡി നമ്മളിത് വെന്ത സാധനമാണല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് ഓരോന്നായിട്ട് ഇച്ചിരി ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അതടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച സാധനം തേച്ച് വയ്ക്കുക. അരച്ച് വയ്ക്കുന്ന സാധനം നമ്മൾ തേച്ച് അത് നമ്മൾ പിന്നെയും നമ്മൾ മുട്ടയിലൊന്ന് മുക്കി ഇത് അടുത്തത് നമ്മൾ ഇത് ചെയ്ത് വെക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ബീഫ് വെച്ചതിൽ നമ്മൾ അരവ് തേക്കുക. അരവ് നമ്മൾ അതിൽ ഇത്തിരി ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളൊന്ന് നോക്കി
ഇത് ഈ ഉം, ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനിടുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മളിപ്പോൾ എടുത്തു കേട്ടോ. ഇത് നമ്മുടെ അധികം ഇതാകരുത് കേട്ടോ, ഇങ്ങനെ മുരിഞ്ഞ് കരിയാണ്ട് നോക്കിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ മതി. നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അതിൽ നമ്മൾ അധികം ഫ്രൈഡ് ആവാണ്ട് അത് നോക്കി നമ്മുടെ പാകത്തിന് നമ്മൾ എടുക്കുക. അതെടുത്ത് നമ്മൾ കോരി സോസ് കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം. സോസ് ഇല്ലാണ്ട് വെച്ചാലും നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ആ ഒരു ഇതാട്ടാ ടേസ്റ്റും ഇതൊക്കെ വരിക. അതിൽ ഇതിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെയൊന്നുമില്ല. ഇതിൽ ശരിക്കും നമ്മുടെ ആ മീറ്റ് ബീഫിൻ്റെ ശരിക്കുള്ള സ്മെല്ല് വരും. നല്ല ടേസ്റ്റാണ്. ഈ ഇൻഗ്രീഡിയൻ്റൊക്കെ നമ്മുടെ ജെന്യുവൻ ആയിട്ടുള്ള സാധനങ്ങൾ, പച്ചമുളക്, നാടൻ പച്ചമുളക്, പൊടിവർഗ്ഗങ്ങൾ ഞാൻ അധികം ഇട്ടിട്ടില്ല കേട്ടോ. ആദ്യം ഉപയോഗിച്ച ആ മഞ്ഞപ്പൊടി തന്നെ ഉള്ളൂ. പിന്നെയൊക്കെ നമ്മൾ ഉള്ളി, ഇഞ്ചി, അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ, നല്ല മണം വരും. ഇത് നമുക്ക് കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ വലിയ മടിയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അധികം എരിവൊന്നും നമ്മുടെ ഇതിനെ പോലെ ചെറിയൊരു എരിവേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അവരിങ്ങനെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോഴൊക്കെ ഇതിങ്ങനെ കൊടുത്തു വിട്ടാൽ അവർ എരിവ് ചോറൊക്കെ തിന്നും, നല്ല ടേസ്റ്റായിട്ട് തിന്നും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇട്ടോളൂ കേട്ടോ. കമൻറ്റ്സ് ഇടുക നിങ്ങൾ, എന്നാലേ എനിക്ക് അത് മനസ്സിലാവുള്ളൂ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ.